പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസത്തിൻ്റെ പ്രത്യേകത വിതച്ചാൽ ഭയങ്കര ശക്തിയായിട്ട് വിളയുന്ന വിത്താണ് വിശ്വാസം. പക്ഷെ അത് വിതയ്ക്കാതിരിക്കാൻ സാത്താൻ മുൻകൈ എടുത്തിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതനായ സോജി അച്ഛൻ, ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ദിവസം ഒരു അനുഭവം പറഞ്ഞ്, സോജി അച്ഛൻ പറഞ്ഞത് എങ്ങനെയാണ്, സോജി അച്ഛൻ്റെ ആ പ്രദേശത്തു നിന്ന് ഒരു മലയാളി വന്നിട്ട് ആ മലയാളിയുടെ സ്നേഹിതൻ്റെ ഒരു അനുഭവം പറഞ്ഞു. ആ മലയാളി ഒരു സ്റ്റോർ നടത്തുന്നുണ്ട്, ഒരു കട. ആ കടയിൽ യേശുവിൻ്റെ തിരുഹൃദയവും വെച്ചിരിക്കുകയാണ്. തിരുഹൃദയവും വെച്ച ആ മലയാളിയുടെ കടയിൽ ഒരു ബ്രിട്ടീഷുകാരൻ, രണ്ടുപേർക്ക് ഏതാണ്ട് 40-50 ഇടയ്ക്ക് പ്രായമുള്ളവരാ. ബ്രിട്ടീഷുകാരന് 44 വയസ്സ് പ്രായം ഉണ്ടാവും. ആ ബ്രിട്ടീഷുകാരൻ വന്നിട്ട് യേശുവിൻ്റെ തിരുഹൃദയവും കണ്ടിട്ട് വണ്ടർ സ്ട്രക്കായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നു. പിന്നെ ആ ചേട്ടനെയൊക്കെ നോക്കും, വീണ്ടും നോക്കും. അപ്പോൾ ചോദിച്ചു, ഹൂ ഈസ് ദിസ് എന്ന് ചോദിച്ചു. അത് ശരി. അപ്പോൾ മലയാളി പറഞ്ഞു, യേശുവിനെ കണ്ട മനസ്സിലാകാത്ത ക്രിസ്ത്യാനികളോ? ഇത് തമാശ പറയായിരിക്കും എന്ന് വിചാരിച്ച് മലയാളി ഒന്നും പറഞ്ഞില്ല. ഒന്നും കൂടെ, ഹൂ ഈസ് ദിസ്? അപ്പോഴും മലയാളി വിചാരിച്ച് തമാശയ്ക്ക് യേശുവിനെ കണ്ട മനസ്സിലാകാത്തവരുണ്ടോ ലോകത്തിൽ? തമാശയ്ക്കായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അടുത്ത ചോദ്യം, ഈസ് ഇറ്റ് യുവർ ബോസ്? ഇത് ഈ കട സ്ഥാപിച്ച സ്ഥാപകൻ്റെ വല്ല ഫോട്ടോയാണോ വെച്ചിരിക്കുന്നത്? നോക്കി, യേശുവിൻ്റെ ആ രൂപം കണ്ടാൽ പോലും തിരിച്ചറിയാൻ കഴിയാത്ത ക്രിസ്ത്യാനി, 44 വയസ്സ് ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരുന്ന. സൂചിച്ച് തന്നെ വേറൊരു മലയാളിയുടെ ഉദാഹരണം പറഞ്ഞു. ഇത് ഇംഗ്ലീഷുകാരൻ്റെ. മലയാളിയുടെ ഉദാഹരണം പറഞ്ഞു. ഒരു മലയാളി സോജിച്ചനോട് പറഞ്ഞ്, സോജിച്ച എൻ്റെ വീടൊന്ന് വെഞ്ചരിക്കണം. സോജിച്ച പറഞ്ഞ്, വെഞ്ചരിക്കാം, ഞാൻ ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട്, ആ വരണ സമയത്ത് അവിടെ അങ്ങോട്ട് വെഞ്ചരിച്ചിട്ട് പോരാന്ന് പറഞ്ഞു. അങ്ങനെ ധ്യാനം തീർന്നപ്പോൾ 10-10:30 പിന്നെ ഭക്ഷണം കഴിച്ച് 11. എല്ലാവരെയും പിരിഞ്ഞുവിട്ട് 11:30. സോജിച്ചൻ വണ്ടി ഓടിച്ച് അങ്ങനെ അവർ ചെന്നപ്പോഴത്തേനും 12 മണിയായി. ഈ 12 മണിക്ക് അവർ നല്ല തണുപ്പുള്ള മഞ്ഞുള്ള സമയം, മൈനസ് തണുപ്പുള്ള സമയമാണ്. അപ്പോൾ സോജിച്ചൻ വിചാരിച്ച് അവർ ലൈറ്റ് വിട്ട് കാത്തിരിക്കുന്നുണ്ടെങ്കിൽ വെഞ്ചരിക്കാം, ഇല്ലെങ്കിൽ പിന്നെ വേറൊരു ദിവസം വന്ന് വെഞ്ചരിക്കാമെന്ന് വിചാരിച്ച് അവരുടെ വീടിൻ്റെ അവിടെ നോക്കിയപ്പോൾ അവർ ലൈറ്റൊക്കെ ഇട്ട് ഇങ്ങനെ കാത്തിരിക്കുക. അപ്പം സോജിച്ചൻ പെട്ടെന്ന് ഇറങ്ങി ഈ കോളിംഗ് ബെൽ അടിച്ചു. അവിടെ കുടുംബനാഥം വന്ന് വാതിൽ തുറന്നു. അപ്പം അച്ഛനും ടീമങ്ങളും ഉള്ളിൽ ചെന്നു. പിന്നെ പെട്ടെന്ന് സമയം ലേറ്റായി, വേഗം വെഞ്ചരിച്ച് പോകാമെന്ന് വിചാരിച്ച് ഇന്നപ്പം അവർ പറഞ്ഞു, എക്സ്ക്യൂസ് മീ ഫാദർ, ഒരു 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ശരി, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ കൊന്തയുടെ ലുത്തിനിയ ചെല്ലുക. അപ്പോൾ അച്ഛൻ വെയിറ്റ് ചെയ്ത് നിന്നു. ലുത്തിനെയൊക്കെ തീർന്ന് കൊന്തയൊക്കെ പൂർത്തിയാക്കി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, അല്ല ഈ മിഡ് നൈറ്റ് കൊന്ത എന്ത് കൊന്തയെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്ക് മോർണിംഗ് പ്രെയറുണ്ട്, ഈവനിങ് പ്രെയറുണ്ട്, സന്ധ്യാപ്രാർത്ഥനയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഈ അർദ്ധരാത്രി കൊന്ത ഇത് ഞങ്ങൾ വരുന്ന പ്രമാണിച്ച് വല്ല സ്പെഷ്യലായിട്ട് വല്ല സംഘടിപ്പിച്ചാണോ അല്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ച്. അപ്പോഴാണ് അവർ പറയണത്, അച്ഛാ, ഞങ്ങൾ കേരളത്തിലെ ആ നാടൻ പശ്ചാത്തലത്തിൽ വളർന്നതാണ്. ഭാര്യ ഒരു വില്ലേജിൽ വളർന്നത്, ഭർത്താവും ഒരു വില്ലേജിൽ വളർന്നു, ജോലി കിട്ടി, അങ്ങനെ UK ചെന്നു. UK ചെന്നപ്പോൾ അവർക്ക് 2 പേർക്കും നല്ല ജോലിയുണ്ട്. പക്ഷേ എന്നാൽ ലോണൊക്കെ അടയ്ക്കണമെങ്കിൽ 2 പേരും ജോലി ചെയ്യണം. ഒരാൾക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്, ഒരാൾക്ക് പകലും. ഭാര്യ പകൽ ജോലിക്ക് പോകും, ഭർത്താവ് രാത്രിക്ക് മുഴുവൻ സമയത്ത് ഒരു 6 മണിക്കൂറൊക്കെ പോയിട്ട് തിരിച്ചു വരും. അപ്പോൾ വൈകുന്നേരം 6 തൊട്ട് 12 മണി വരെയോ 11:30 വരെ പറ്റിയാണ് ജോലി. അത് കഴിഞ്ഞ് ഭർത്താവ് പോരും. അപ്പോൾ ഇവർ പറയുകയാണ്, ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങളുടെ കാർന്നോമാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, സന്ധ്യാപ്രാർത്ഥന നല്ല വിധത്തിൽ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വരെ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു UK പോയാലും സന്ധ്യാപ്രാർത്ഥന മുടക്കരുത്. ഇവിടെ വന്നപ്പം ഒരാൾക്ക് രാത്രിക്ക് ഡ്യൂട്ടി, ഒരാൾക്ക് പകൽ ഡ്യൂട്ടി, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്. എങ്കിലും ശരി, ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ ഈ ഭാര്യ കാത്തിരിക്കും. 11:30-12 ആവും. യൂണിവേഴ്സിറ്റി പഠിക്കുന്നതാണ് 3 പിള്ളേർ. ആ 3 പിള്ളേരും കാത്തിരിക്കും. അതിനുശേഷം ഇവർ ഒരുമിച്ചിരുന്ന് രാത്രിക്ക് കൊന്ത ചെല്ലി പിന്നെ പെട്ടെന്ന് ഇച്ചിരി ഭക്ഷണം കഴിച്ച് വേഗം കിടക്കും. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ് ഭാര്യ വീണ്ടും ഡ്യൂട്ടിക്ക് പോകണം. എന്നാലും ശരി, ഒരു ദിവസം പോലും മുടങ്ങാതെ ഇവർ രണ്ടുപേരും, ഇവർ കുടുംബം ഒരുമിച്ചിരുന്ന് സന്ധ്യാപ്രാർത്ഥന ചെല്ലിയിട്ടുണ്ട്. ഇന്നും ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന തീരുന്ന സമയത്താണ് അച്ഛൻ വന്നത്. അതുകൊണ്ടാണ് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവരാ കാര്യം പറഞ്ഞു കൊടുത്തു. തങ്ങൾക്ക് കിട്ടിയ വിശ്വാസം പിൻതലമുറയ്ക്ക് പകർന്നു കൊടുത്ത, വിശ്വാസം വിതച്ച ഒരപ്പൻ്റെയും അമ്മയുടെയും ബാക്കി പത്രങ്ങളാണ് ഈ നിൽക്കണ ഈ 2 പേര്. അപ്പുറത്ത് ഹൂ ഈസ് ഹീ എന്ന് പറഞ്ഞ് നിൽക്കണ തങ്ങൾക്ക് കിട്ടിയ വിശ്വാസം വിതയ്ക്കാൻ പരാജയപ്പെട്ട അപ്പൻ്റെയും അമ്മയുടെയും ബാക്കി പത്രമാണ് നിൽക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ വൈദികരല്ല, വൈദികർ ഇടവകയിൽ കൂടി വന്ന 15 മിനിറ്റ് അവർക്ക് സമയം കിട്ടുള്ളൂ. എന്നാൽ
നമ്മൾ ആത്മായ ശുശ്രൂഷകർ എന്ന നിലയിൽ കുടുംബത്തിൽ, ഓഫീസിൽ, സ്ഥാപനങ്ങളിൽ എല്ലാ ഇടങ്ങളിലും നമുക്ക് ദീർഘ മണിക്കൂറുകൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. നമ്മൾ വിശ്വാസത്തോടെ നമ്മൾ കർത്താവിന് മുമ്പിൽ പൂർണ്ണമായും വിശ്വസിച്ച് നമ്മൾ കർത്താവിൽ പൂർണ്ണമായി ശരണപ്പെട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആ വിശ്വാസം വിതച്ചാൽ ഇന്നും ആ വിശ്വാസം സമൃദ്ധമായി ഫലം പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും. ഉറക്കെ പറ ഹല്ലേലൂയ. ആളുകൾക്ക് സമയം കുറവാണ്, താല്പര്യം കുറവാണ്. ആളുകൾക്ക് ക്രിക്കറ്റ് കളിയും സിനിമയും സീരിയലുമാണ് താല്പര്യം എന്നുള്ളത് വെറുതെയാണ്. നല്ല വിധത്തിൽ വിശ്വാസം വിതച്ചാൽ, നല്ല വിധത്തിൽ വചനം കൊടുത്താൽ, ദൈവരാജ്യം വിതച്ചാൽ ഈ ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങളോട് ആളുകൾക്ക് വലിയ ദാഹവും വലിയ താല്പര്യമാണെന്നുള്ളത് ഒരു സത്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ ശരിക്കും എല്ലാവർക്കും ജോലിയുണ്ട്, എല്ലാവർക്കും പണമുണ്ട്, എല്ലാവർക്കും കാറുണ്ട്, എല്ലാവർക്കും വീടുണ്ട്, ഒരു ബുദ്ധിമുട്ടില്ലാത്ത രാജ്യമാണ് ഓസ്ട്രേലിയ. അവിടെ ശുശ്രൂഷയ്ക്ക് ഞാൻ നോക്കേണ്ട സമയത്ത് കണ്ടെന്ന് 1500 കിലോമീറ്റർ യാത്ര ചെയ്ത് ദൈവവചനം കേൾക്കാൻ വേണ്ടി ഫാമിലി വന്നിരിക്കുക. 1500 കിലോമീറ്റർ യാത്ര ചെയ്ത് വചനം കേൾക്കാൻ വേണ്ടി വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദുബായിൽ സെൻറ്റ് മേരീസ് പള്ളിയിൽ അവിടെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അവിടെ 48 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടാന്ന് ഓർക്കണം. 48 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട്. ആ ചൂടിൽ 4 മണിക്കാണ് ധ്യാനം, 4 തൊട്ട് 9 വരെയാണ് ധ്യാനം. 2 മണി ആകുമ്പോഴേക്കും ഹോളെല്ലാം നിറയും. ഒരു 3-3:30 ആകുമ്പോൾ പുറത്ത് ഈ 48 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് ആളുകൾ വന്ന് നിൽക്കുകയാണ്, വേർത്ത് കുളിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ നേരത്തെ അവർ ഈ ഹോള് കിട്ടാനും അല്ലെങ്കിൽ സീറ്റ് കിട്ടാനൊക്കെ ആയിട്ട് 2 മണി 1:30 ആകുമ്പോൾ ആളുകൾ ഹോളിൽ വന്ന് കയറും. സീരിയലുകളും പരിപാടികളൊക്കെ ഉള്ള ദിവസങ്ങൾ തന്നെയാണ് അതൊക്കെ. വേറൊരു വാക്കി പറഞ്ഞാൽ, നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് നമ്മൾ പരിശുദ്ധാത്മാവിന് സറണ്ടർ ചെയ്താൽ, പരിശുദ്ധാത്മാവിന് നമ്മളതിന് വിട്ടുകൊടുത്ത്, ദൈവരാജ്യത്തിന് നമ്മളതിന് വിട്ടുകൊടുത്ത് ഇന്ന് നമ്മൾ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വിശ്വാസം വിതയ്ക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ വളരെ വലിയ റിസൾട്ട് തരാൻ ദൈവം നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ആത്മായ ശുശ്രൂഷകർ കേരളത്തിൽ എത്ര നല്ല തിപ്പരി ശുശ്രൂഷകർ, അതുപോലെ വൈദികർ, സിസ്റ്റേഴ്സ്, ഈ ധ്യാന കേന്ദ്രങ്ങൾ, അല്ലറ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ കിംവദന്തികൾ ചിലരൊക്കെ പറഞ്ഞു പരത്തിയാലും ദൈവത്തിൻ്റെ ജനം വളരെ തുറന്ന ഹൃദയത്തോടെ ശുശ്രൂഷകളിൽ നിന്ന് പങ്കുചേരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാലം വൈകി, സമയം വൈകി. എന്നോട് ഒരാൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ കുറേ കാലം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നല്ല കാലമായിരുന്നു, ഇപ്പോൾ അതിൻ്റെ സീസൺ തീർന്നു എന്ന് എന്നോട് ഒരാൾ പറഞ്ഞ് ഓർമ്മിക്കുകയാണ്. 5-6 വർഷം മുമ്പ്. ഇപ്പോൾ ഇതിൻ്റെ കരിസ്മാറ്റിക്കിൻ്റെ ഒക്കെ സീസൺ തീർന്നു, ഇപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞാലൊന്നും ആരും കേൾക്കണം, എല്ലാം തഴമ്പിച്ച് ഒരു റിസൾട്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഉണർന്ന് നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നമ്മൾ ഇന്ന് അധ്വാനിക്കാൻ റെഡിയാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച് റിസൾട്ട് കൊണ്ടുവരും. ഞാൻ ഓർക്കുന്നൊരു UK ചെന്നപ്പോൾ ഒരു കുട്ടിയുടെ ഒരു അനുഭവം. UK ചെന്നപ്പോൾ ആ കുട്ടിയുടെ അനുഭവം എങ്ങനെ, അതായത് ഞങ്ങൾ ടോൾവർത്ത് എന്ന് പറഞ്ഞ ലണ്ടൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്ത് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കുറച്ച് കുട്ടികളെ നേരത്തെ തന്നെ ചിലർ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇവർ നല്ല കുട്ടിയാണ്, ഇവൻ നല്ല കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞാണ് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ധ്യാനം തുടങ്ങിയപ്പോൾ ആ നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ +1കാരനോട് 10ാം ക്ലാസ് പ്രായമുള്ള കുട്ടിയോട് പറഞ്ഞു, 10-15 വയസ്സുണ്ടാവും, അവരോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ആരാധനയ്ക്ക് മുമ്പിലിരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ധ്യാന ശുശ്രൂഷയ്ക്ക് പോയി. ധ്യാന ശുശ്രൂഷ കഴിഞ്ഞ് ഒരു ടോക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം ആ ആരാധന മുമ്പിൽ മുഴുവൻ ഇവരുടെ ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സും എല്ലാം വന്ന് ഈ നമ്മുടെ ബോൾഗാട്ടി അവിടെ ദ്വീപിൽ ചെന്ന മാതിരിയാണ്. എല്ലാം ലവ് ബേഡ്സ് മാതിരി ഇരുന്ന് ചുമ്മാ ശൃംഗരിച്ചിരിക്കുക. ആരാധന അവിടെ ഇരിക്കുകയാണ്, പറഞ്ഞ ആൾ മൈൻഡ് ചെയ്യുന്നില്ല. ഇതുങ്ങൾ വായിലെന്തോ ചവച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചോദിച്ചു, എന്ത് തോന്നിയാസാണ് ഈ കാണിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കൊന്നും മനസ്സിലാകണില്ല. അവർ ചോദിക്കണം, വാട്ട് ഈസ് ദ പ്രോബ്ലം ഫാദർ? ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രോബ്ലമൊക്കെ ശരിയാക്കി തരാം, നിങ്ങൾക്ക് ഇവിടെയാണ് ശൃംഗരിക്കാൻ കണ്ട നേരം ചോദിച്ച്. ആരാധന ഇരിക്കുന്ന നിങ്ങൾ കണ്ടില്ലെന്ന് ചോദിച്ച് ഞാൻ പിന്നെ ആരാധനയൊക്കെ വേഗം ക്ലോസ് ചെയ്തതിന് ശേഷം ഞാൻ അവരെ ശാസിച്ചു, വഴക്ക് പറഞ്ഞു. നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നില്ലെന്ന് ചോദിച്ചാൽ അപ്പോൾ
അവിടെ സീനിയറായ ഒരാൾ പറഞ്ഞു, അയ്യോ ഇവിടുത്തെ കുട്ടികളോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഇവിടെ അങ്ങനെ പറഞ്ഞാൽ റൂഡായി പെരുമാറി എന്ന് പറഞ്ഞ കേസാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പിന്നെ പറഞ്ഞു, അപ്പം ഞാൻ പറയണില്ല, നിങ്ങൾ പറയാൻ പറഞ്ഞ് ഏൽപ്പിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഴക്ക് പറഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞാൽ എല്ലാം വിട്ടുപോയി. പിന്നെ 1-2 നിന്നു. ഞാൻ അതിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നില്ല, നാളെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചിട്ട് രാവിലെ നേരത്തെ വരിക, ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 9 മണിക്കൊക്കെ ധ്യാനം തുടങ്ങുകയാണെങ്കിൽ ഞങ്ങൾ 8 മണിക്ക് ചെന്നു. ഞാനും താഞ്ചമ്പ്രതരുമുണ്ട്, പിന്നെ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ ഒറ്റയൊരെണ്ണം വന്നിട്ടില്ല, ആകെ ഒരു പെൺകുട്ടി മാത്രം വന്നിട്ടുണ്ട്. അതും തലേദിവസം മോശമില്ലായിരുന്നു, പക്ഷേ തലേദിവസം എന്തായാലും അതിന് പരിശുദ്ധാത്മാ ഒരു സ്പർശനം കൊടുത്ത് അത് മാത്രം വന്നിട്ടുണ്ട്. അങ്ങനെ ആ പെൺകുട്ടിയോട് പറഞ്ഞു, താഞ്ചമ്പ്രതർ 1/2 മണിക്കൂർ വിശുദ്ധ കുർബാനയെക്കുറിച്ചും കത്തോലിക്ക സഭയെക്കുറിച്ചും കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ചും പറഞ്ഞു കൊടുത്തപ്പോൾ ഉണ്ടല്ലോ, അത് വാവിട്ട് കരയുക. അത് വാവിട്ട് കരഞ്ഞിട്ട് പറയുകയാണ്, ഞങ്ങളോട് ഇന്ന് വരെ ആരും ഇത് പറഞ്ഞു തന്നിട്ടില്ല, ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അത് അനുദപിക്കുക. അപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, സാരമില്ല, ഇനി ദൈവമല്ല ക്ഷമിക്കൂ, ഇനി മേലിൽ റിപ്പീറ്റ് ചെയ്യാതിരുന്നാൽ മതി. ഇന്ന് നിങ്ങൾ ഒരു ആരാധന വെച്ച് തരില്ല, ഒരു കുരിശുരൂപം വെച്ച് തരാം, അതിന് മുമ്പ് ഇരുന്ന് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ആ കുട്ടി കുരിശുരൂപം വെച്ച് കൊടുത്ത് ഞാൻ ക്ലാസ്സിന് പോയി. ഞാൻ 11 മണിക്ക് തിരിച്ചു വരുമ്പോൾ 10-40 പേര് ബോയ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാം കയറി വന്നിട്ടുണ്ട്. എല്ലാം മുട്ടമെന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഇതെന്ത് പരിപാടിയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ പെൺകുട്ടി എഴുന്നേറ്റ് പറഞ്ഞു, ഇവരൊക്കെ ഇന്നലെ ഇവിടെ കിടന്ന് താളമേളം കളിച്ച പാർട്ടികളാണ്, ഇതിൻ്റെ ബോയ് ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് വരുത്തിയതാണ്, ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും അങ്ങോട്ടും കൂടെ എല്ലാവരെയും വിളിച്ച് വരുത്തി. ഇപ്പം ഈ കുട്ടിക്ക് അറിയാവുന്ന ഈ 1/2 മണിക്കൂർ കാര്യമുണ്ടല്ലോ, ഈ 5 മിനിറ്റ് പറഞ്ഞു കൊടുത്തില്ലേ, അത് ഈ കുട്ടി ഇവർക്ക് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഇവർക്ക് വിശ്വാസം ഉണ്ടായി. ഇതുങ്ങളെല്ലാം അനുതാപത്തോടെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഇങ്ങനെ നിൽക്കുകയാണ്. മുട്ടുമ്പോൾ നിൽക്കുക, ഒന്ന് ഇരിക്കുകയാണെങ്കിൽ സാരമില്ല, മുട്ടുമ്പോൾ നിൽക്കുക. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, എല്ലാം നമുക്ക് ശരിയാക്കാം, ഇനി ഞങ്ങൾക്ക് ഇത്രയും നല്ല മുട്ടുമ്പോൾ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആരാധന വെച്ച് തരാമെന്ന് പറഞ്ഞു. ആരാധന വെച്ച് കൊടുത്തു. വൈകുന്നേരം വരെ പരിത്യാഗെടുത്ത് മുട്ടുമേൽ നിന്ന് ആ കുട്ടികൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് വൈകുന്നേരം അവർ പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങൾക്ക് ആരും ഇതുപോലെ പറഞ്ഞു തരാനില്ല, ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തരണം, അത് യുവജനങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ശുശ്രൂഷ ചെയ്തു തരണം. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ശുശ്രൂഷ പോരുമ്പോൾ 2 ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അച്ഛൻ എവിടെ പോയാലും ഞങ്ങൾ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഈ 2 ചെറുപ്പക്കാർ വന്നു. അവർ നല്ല വിധത്തിൽ അവിടെ മുട്ടുമേൽ നിന്ന് സങ്കീർത്തിയിൽ കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഞങ്ങളിവിടെ പോന്നു. പിന്നെ അവരവിടെ പ്രാർത്ഥിച്ചു, അവരെ പഠനം പൂർത്തിയാക്കി. അതിനുശേഷം ഒരു വ്യക്തി ഒരു തീരുമാനമെടുത്തു, ഇനി ആ ചെറുപ്പക്കാരിൽ ഒരാൾ ഒരു തീരുമാനമെടുത്തു, ഇനി എൻ്റെ ജീവിതം കർത്താവിന്. അങ്ങനെ വന്ന് ഇപ്പോൾ അവൻ കേരളത്തിൽ വന്നൊരു സെമിനാരി വൈദികനാകാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? അവൻ്റെ ആഗ്രഹം ഇവിടെയൊന്നുമല്ല, അവൻ്റെ ആഗ്രഹം എനിക്ക് വൈദികനായിട്ട് തിരിച്ച് യൂറോപ്പിൽ പോയിട്ട് അവിടെ വിശ്വാസം കിട്ടാതെ യുവജനങ്ങൾക്ക് വിശ്വാസം പറഞ്ഞു കൊടുക്കണം. എത്ര ആത്മാക്കളെ നശിക്കണം അച്ഛാ, ആരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടോ എന്ന് ചോദിച്ച് അവൻ്റെ ഹൃദയം വേദനിക്കുക. അതുകൊണ്ട് അവൻ്റെ ലൈഫ് തന്നെ അവൻ വേണ്ടാന്ന് വെച്ച് അവനവിടെ നാടകവും പരിപാടിയും ചവിട്ട് നാടകമൊക്കെ ആയിട്ട് നടക്കുന്ന ആളായിരുന്നു. ഒരു പ്രത്യേക ടൈപ്പായിരുന്നു. ആ ഒരു നിലത്തേക്ക് വിടാറായ പാൻസൊക്കെ ഇട്ട് നടക്കുന്ന ടൈപ്പ് പെട്ടിട്ട് അതെല്ലാം ഉപേക്ഷിച്ച് നീറ്റായിട്ട് ഇവിടുത്തെ വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് സെമിനാരിൽ ചേർന്ന് ഇനിയിപ്പോൾ വൈദികനായി യൂറോപ്പിൽ വിശ്വാസം നശിക്കുന്ന മക്കൾക്ക് വിശ്വാസം പറയാൻ വേണ്ടി ലൈഫ് അവൻ അർപ്പിച്ചിരിക്കുക. അപ്പോൾ നോക്കിയേ, വിശ്വാസം വിതച്ചാൽ വിശ്വാസം സ്വീകരിക്കാൻ ആളുണ്ടോ? യൂറോപ്പാണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും നന്നായിട്ട് വിശ്വാസം വിതയ്ക്കാൻ നമ്മൾ റെഡിയായാൽ ദൈവം അവിടെ റിസൾട്ട് തരും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു സംഭവം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഇവിടെ അച്ഛൻ ഇവിടെ കാനഡയിൽ ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, കനേഡിയൻ പൗരനാണ്. അദ്ദേഹത്തിൻ്റെ മൂക്കിൽ മുഴുവൻ ഇങ്ങനെ പലതരത്തിലുള്ള മൂക്കുത്തുകൾ ഇട്ടിരിക്കുകയാണ്. ചെവിയിൽ വലിയ റിങ്, ഇത്രയും വലുപ്പമുള്ള റിങ്ങുകളൊക്കെ ഇട്ട്, അത് പ്രത്യേക ഫാഷനാണ്. പിന്നെ ശരീരം മുഴുവൻ ഞാൻ വിചാരിച്ച വലിയ ബനീൻ ഇട്ടിരിക്കുകയാണ്. സത്യത്തിൽ ബനീനല്ല, ശരീരത്തിൽ വരച്ച് വെച്ചിരിക്കുകയാണ്, പച്ച കുത്തി വെച്ചിരിക്കുകയാണ് ഡിസൈനുകളൊക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു മനുഷ്യൻ ധ്യാനത്തിന് ഫ്രണ്ടിൽ വന്നിരിക്കുക. എനിക്കത് കണ്ടപ്പോഴേ ദേഷ്യം, പാപം ചെയ്തിരിക്കുന്ന മനുഷ്യൻ. കാരണം ശരീരത്തിൽ പച്ച കുത്താൻ പാടില്ല, ഇത് പച്ച കുത്തിയിരിക്കുകയാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എന്ത് തിന്മയാണ് ചെയ്തതെന്ന് ചോദിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർ പറഞ്ഞു, നോ 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 നോ, അച്ഛൻ ഇടപെടണ്ട, കനേഡിയൻ സിറ്റിസണാണ്, എന്തെങ്കിലും ഒരു കേസ് കൊടുത്താൽ അച്ഛൻ കുടുങ്ങും, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു. ആ പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡർ പോയി സംസാരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മുടെ കേരളത്തിലെ ഇംഗ്ലീഷൊക്കെ അറിയാവുള്ളൂ, ശരിക്കും ഫുൾ ഇംഗ്ലീഷൊന്നും അറിയാൻ പാടില്ല. കേരളത്തിലെ അറിയാവുന്ന ഇംഗ്ലീഷിൽ അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം ചോദിച്ചു, വാട്ട് ഈസ് ദീസ് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ കനേഡിയൻ സിറ്റിസൺ പറഞ്ഞു, ഇതിനെന്താ പ്രോബ്ലം, താങ്കൾക്ക് എന്താ, താങ്കൾ യു മൈൻഡ് യുവർ ബിസിനസ്, എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ കൊള്ളാം, നിങ്ങളുടെ കൈ വെച്ചാൽ മതി, എൻ്റെ അടുത്ത് അധികം പറയാൻ വരണ്ട. ഈ വിധത്തിലാണ് സംസാരം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അപ്പോൾ നമ്മുടെ മലയാളി വിടാൻ തയ്യാറില്ല. മലയാളി ഇവിടുന്ന് വേദോടം പഠിച്ച് പോയ കൂട്ടത്തിൽ പെട്ടതാ. അതുകൊണ്ട് മലയാളി പറഞ്ഞു, ഇറ്റ് ഈസ് റോങ് എന്ന് പറഞ്ഞു. ഉടനെ റോങ് എന്നൊക്കെ എവിടെ പറഞ്ഞിരിക്കുകയെന്നുള്ളത് കനേഡിയൻ സിറ്റിസൺ ചോദിച്ചു. മലയാളിക്ക് ഒരു പ്രത്യേക വൈദഗ്ധ്യമുണ്ട്, ആര് എങ്ങനെ ക്ലോസ് ചെയ്താലും പിന്നെ തുറക്കാൻ അറിയാം. കനേഡിയൻ സിറ്റിസൺ എങ്ങനെയെങ്കിലും സംസാരം അവസാനിപ്പിക്കാൻ നോക്കുകയാണ്, പക്ഷേ മലയാളി വിടുന്നില്ല, അത് തുറന്ന് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇറ്റ് ഈസ് റോങ് എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ അദ്ദേഹം ചോദിച്ചു, എവിടെ റോങ് എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ബൈബിളിൽ അത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ബൈബിളിൽ എവിടെ പറഞ്ഞിരിക്കുന്നതായി അവസാനം അത് വായിച്ച് കേൾപ്പിച്ച് കഴിഞ്ഞപ്പോൾ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നും ശരീരം പരിശുദ്ധമാണെന്നും ശരീരത്തെ അശുദ്ധമാക്കരുതെന്നുള്ള വചനങ്ങൾ വായിച്ച് കേൾപ്പിച്ച്. അപ്പോൾ ഞാൻ അവിടെ സ്റ്റേജിൽ നിൽക്കുക, ഞാൻ കണ്ട കാഴ്ച, ഇദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളിൽ നിന്നുള്ള കണ്ണുനീർത്തുള്ളികൾ ധാരധാരയൊഴുകുക. അദ്ദേഹം അനുതാപത്താൽ കുതിർന്ന് അദ്ദേഹം അപ്പോൾ തന്നെ ആ പിരിയെല്ലാം അഴിച്ചു മാറ്റി. ഈ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് 1 കിലോ സാധനം എല്ലാം കൂടി അഴിച്ചു മാറ്റിയെടുത്ത് ശരീരത്തിൽ അദ്ദേഹം പറയാണ്, 23 വർഷം ഞാനിവിടെ ജീവിച്ചിട്ട് ഇന്ന് വരെ ആരും എന്നോടിത് പറഞ്ഞില്ല, ഇത് തെറ്റാണെന്ന്. നിങ്ങളാണ് ആദ്യമായിട്ട് എന്നോടിത് പറയണത്. ഐ ആം സോറി എന്ന് പറഞ്ഞ് എല്ലാം കൂടെ അഴിച്ചു മാറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പം ആ വിതയ്ക്കേണ്ട സമയത്ത് മിണ്ടാതിരുന്നാലോ? നമ്മൾ സ്ഥാനത്തും അസ്ഥാനത്തും പ്രസംഗിക്കണം, പറയണം. ഇത് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത് അവിശ്വസ്തതയാണ്. നിങ്ങളുടെ അവിശ്വസ്തത രൂക്ഷത നിങ്ങൾ അനുഭവിച്ചറിയുമ്പോൾ മനസ്സിലാക്കുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ ഇതുപോലെ വേറൊരു അനുഭവം ഉണ്ടായി. ഒരു നല്ല തീപ്പൊരി ശുശ്രൂഷകനെ കണ്ടു. അപ്പോൾ ഈ തീപ്പൊരി ശുശ്രൂഷനെ കണ്ടു എനിക്ക് തന്നെ ഒരു അതിശയം. ഞാൻ ചോദിച്ചു, ഈ ശുശ്രൂഷകനെ പരിചയപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്ഭവം ഒരു കത്തോലിക്കനാണ് തുടങ്ങിയത്. ആ കത്തോലിക്കൻ, അതായത് ഇദ്ദേഹം ഒരു ചെറുപ്പത്തിലെ 10ാം ക്ലാസ് തൊട്ട് സഭ ഉപേക്ഷിച്ച ആളാണ്. സഭ ഉപേക്ഷിച്ച് തന്നിഷ്ടത്തിന് നടക്കുന്ന ഒരാളാണ്. അത്തയിസ്റ്റാണ്. അപ്പോൾ ഒരു കല്യാണത്തിന് ചെന്ന സമയത്ത് ഈ അത്തയിസ്റ്റ് ആ കല്യാണത്തിന് വന്നിട്ടുണ്ട്. ഒരു ഫംഗ്ഷന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളി ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ലീഡറുണ്ട്, ജെയിംസ് ജാക്കബ് എന്താ പേരുള്ള. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന്, മലയാളികളുടെ പ്രത്യേകതയാണ് പേരെന്താ, സ്ഥലം എവിടെയെന്നൊക്കെ ഒന്ന് പരിചയപ്പെടുക എന്നുള്ളത്. അങ്ങനെ ഈ ഡോക്ടറാണ്. ഡോക്ടറെ പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേര് മാർട്ടിൻ എന്ന് പറ്റിയാണ്. മാർട്ടിനോ എന്താ പാട്രിക്ക് എന്താ സാധനം പാട്രിക്കാന്ന് തോന്നുന്നു. പാട്രിക്ക്. അദ്ദേഹം പറഞ്ഞു ഡോക്ടർ പാട്രിക് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അപ്പോൾ പിന്നെ ഏത് പള്ളിയിലാണ് പോണേ, എവിടെയാണ് പാരീഷ് എവിടെയെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല. അദ്ദേഹം പറഞ്ഞു, ഐ ആം നോട്ട് പ്രാക്ടീസിങ് എന്ന് പറഞ്ഞു. ഐ ആം ആൻ അത്തയിസ്റ്റ് എന്ന് പറഞ്ഞു. ഉടനെ അത്തയിസ്റ്റോ? നമ്മുടെ മലയാളി വീണ്ടും പിടികൂടി. മലയാളി പറഞ്ഞു, അത്തയിസ്റ്റോ? അതിൻ്റെ ലോജിക്ക് എന്താ ഡോക്ടർ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 10ാം ക്ലാസ് വരെ പള്ളിയിൽ പോയിട്ടുള്ളൂ. 10ാം ക്ലാസ്സിന് ശേഷം ഞാൻ ഇന്ന് വരെ പള്ളിയിൽ പോയിട്ടില്ല. എനിക്ക് ബൈബിൾ വിശ്വാസമില്ല. ഡാർവിൻ്റെ പുസ്തകമാണ്, ഡാർവിൻ്റെ ടീച്ചിങ്സാണ് എനിക്ക് വിശ്വാസം. ഞാൻ ഫോളോ ചെയ്യുന്നത് ഡാർവിനെയാണ്. ജീസസിനെ ഐ ഡോണ്ട് ലൈക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മലയാളി വിടുന്നില്ല. മലയാളി പറഞ്ഞു, അത് ശരി, അതെന്താ ഡോക്ടർ അങ്ങനെ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 1800-ൽ പരം 2400-ൽ പരം തവണ ഡാർവിൻ്റെ തീസിസിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു, ഞാൻ ഊഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ബൈബിളിൽ ഒറ്റ തവണയെങ്കിലും ഞാൻ ഊഹിക്കുന്നു എന്ന് പറഞ്ഞു. എല്ലാം നിത്യസത്യങ്ങളുടെ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ ഡെഫിനറ്റായിട്ട് പറയുന്നത് ഈ ബൈബിൾ അംഗീകരിക്കാതെ ഈ ഡാർവിൻ്റെ കാര്യം മാത്രം മുറുകെ പിടിക്കുന്നത് എന്തുകൊണ്ടാണ് ഡോക്ടർ എന്ന് ഒരു ചോദ്യം. അപ്പോൾ ഡോക്ടർക്ക് പിന്നെ ഒന്നും മറുപടി കിട്ടുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ എന്തെങ്കിലും ബൈബിൾ ഒരു തവണ ഫുള്ള് വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇല്ലെന്ന് പറഞ്ഞു. എന്നാൽ ഒരു തവണ ഇങ്ങനെ ഒന്ന് വായിച്ചിട്ട് പറഞ്ഞുകൂടെ ഡോക്ടർ എന്ന് ഈ മലയാളി ഒന്ന് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ലെറ്റ് മീ ട്രൈ എന്ന് പറഞ്ഞു. അവർ ട്രൈ എന്ന് പറഞ്ഞാൽ അവർ ട്രൈ ചെയ്യും. ആ ഡോക്ടർ പോയി ബൈബിൾ വായിച്ചിട്ട് ആ ബൈബിൾ ഒരാവർത്തി വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടറിൻ്റെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായി.
ഈ ഡോക്ടർ ദൈവത്തിൻ്റെ വചനം സ്വീകരിച്ച് ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടായി. അദ്ദേഹം ഡാർവിൻ്റെ സിദ്ധാന്തങ്ങൾ ഉപേക്ഷിച്ച്, അദ്ദേഹം അത്തൈസം ഉപേക്ഷിച്ച് വിശ്വാസത്തിലേക്ക് വന്ന് അദ്ദേഹം ചർച്ചിൽ നല്ല തീഷ്ണമതിയായ നല്ല പ്രാക്ടീസിങ് ഒരു വിശ്വാസിയായി മാറി. മാത്രമല്ല, ഓസ്ട്രേലിയയിൽ ഇന്ന് അനേകം വ്യക്തികളെ ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകനായി അദ്ദേഹം ഇന്ന് രൂപാന്തരപ്പെട്ടിരിക്കുകയാണ്. എന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ വിതച്ചാൽ ആ വിതയ്ക്കുന്നതുകൊണ്ട് ഗുണമുണ്ടോ? സ്ഥാനത്തും അസ്ഥാനത്തും നമ്മൾ വിതയ്ക്കണം. ഇപ്പം എൻ്റെ തന്നെ ജീവിതം നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഞാനിങ്ങനെ ഒരു ഇടവക വികാരിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ സന്തോഷ് ബ്രദർ അവിടെ ഒരു ക്രിസ്ത്യൻ ധ്യാനത്തിൻ്റെ ഒരു ട്രെയിനിങ് 200 വരുന്നത്. ആ സമയത്ത് സന്തോഷ് ബ്രദർ സ്ഥാനത്തും അസ്ഥാനത്തും വിതച്ചു. അതിൽ പിന്നെ അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന മേരിക്കുട്ടി ചേച്ചി, പിന്നെ അവിടെ ശുശ്രൂഷകർ, അങ്ങനെ അവർക്ക് സാധിക്കുന്ന പോലെ അവർ വിതച്ച്. ഇപ്പം എന്തായി? എൻ്റെ ജീവിതത്തിൽ അതങ്ങോട്ട് വേര് പാകി. പിന്നെ അതുപോലെ തന്നെ നായിക്കമ്പറമ്പളിച്ചനും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നായിക്കമ്പറമ്പളിച്ചനെ കണ്ടുമുട്ടും, കൊച്ചുമാത്തച്ഛനെ കണ്ടുമുട്ടും, പനക്കലച്ചനെ കണ്ടുമുട്ടും. അവരുടെ ഒരു പ്രോത്സാഹനം, ഇത് ഭയങ്കര യുദ്ധമാണ്, ഭയങ്കര ഞെരുക്കം. അപ്പോൾ അവരുടെ സപ്പോർട്ട്, പിന്നെ വേറെ ഒരുപാട് അൽമായർ, നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ള ഒരുപാട് അൽമായർ, അങ്ങനെ ഓരോ വൈദ്യുതി നമ്മുടെ അരിക്കാട്ടച്ചനെ പോലെ അച്ഛന്മാരുടെ അപ്പോൾ അവർ കാണുമ്പോഴൊക്കെ സ്ഥാനത്തും അസ്ഥാനത്തും ഇങ്ങനെ വിതയ്ക്കും. അച്ഛൻ വൈദികരുടെ ധ്യാനം നടത്തണം, അച്ഛൻ പിടിച്ചു നിൽക്കണം, അതൊന്നും സാരമില്ല, ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതല്ലേ. അങ്ങനെ വിശ്വാസം വിതച്ചതിൻ്റെ ഫലം എന്തായി? ധാരാളം പേർക്ക് വചന ശുശ്രൂഷ ചെയ്യാൻ തക്കവണ്ണം ദൈവം ഒരു കൃപ അങ്ങോട്ട് വളർത്തി. അപ്പോൾ അവരന്ന് അതിശയിലെന്ന് വിചാരിക്കുക എന്താവും? ഞാൻ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് ബാക്കി മുഴുവൻ സമയം എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ സഭയിൽ അത്രയും ഉണർവ് കുറഞ്ഞൊരു സഭയായിരിക്കും നമ്മുടെ സഭ. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഇത് വൈദികർ മാത്രം വിതച്ചാലാണ്, അല്ലെങ്കിൽ വൈദികരാണിത് വിതയ്ക്കേണ്ടത്, അങ്ങനത്തെ ഒരു ചിന്താഗതി നമ്മൾ മാറ്റണം. വിശ്വാസം സ്വീകരിച്ച സർവ്വ മനുഷ്യരും ഇത് വിതയ്ക്കാൻ കടപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ സെക്കുലർ ലൈഫ്, സാധാരണ ലോകപ്രകാരമുള്ള ജീവിതം പോലെ ജീവിക്കണമെന്ന് ആഗ്രഹം കൊടുക്കുന്ന പല പ്രസ്ഥാനങ്ങളുണ്ടായിരിക്കാം. അതിനേക്കാൾ 10,000 ഇരട്ടി ശക്തിയുള്ളതാണ് ആത്മീയ ശുശ്രൂഷകൾ. ഇത് വെറുതെ ഒരാളൊന്ന് വിതച്ചിട്ടാൽ മതി, അതിലൂടെ വൻ കാര്യങ്ങൾ സംഭവിക്കും. എന്നൊക്കെ പറയാം ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവരാജ്യ വേല ചെയ്യുന്നത് അതിന് റിസൾട്ട് ഉണ്ടാവുക കാലം കഴിഞ്ഞ് സീസൺ തീർന്നു എന്ന് വിചാരിക്കരുത്. സീസൺ യേശുവിൻ്റെ 2ാം വരവ് വരെ നല്ല സീസണാണ്. ഒരു എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ വിതച്ചാൽ, നമ്മൾ വിതയ്ക്കാം, വലിയ വലിയ അച്ഛന്മാർ വിതച്ചാൽ ഒരു പക്ഷേ നടക്കുമായിരിക്കും. നമ്മുടെ നായ്ക്കമ്പറമ്പളിച്ചനോ അല്ലെങ്കിൽ പനക്കലച്ചനോ അങ്ങനെയുള്ള വലിയ വലിയ അച്ഛന്മാരൊക്കെ വിതച്ചാൽ നല്ലതുണ്ടാവും. ഞാൻ ഒരു അൽമായൻ വിതച്ചാൽ, ഞാനൊരു ചേച്ചി, ഞാനൊരു പ്രാർത്ഥന ഗ്രൂപ്പ് ലീഡർ, ഞാൻ വെറുതെ ഒന്നും വലിയ കഴിവില്ലാത്ത ഒരാൾ വിതച്ചാൽ നടക്കുമോ? അങ്ങനെ ചിന്തിക്കരുത്. ദൈവമാണ് റിസൾട്ട് കൊണ്ടുവരുന്നത്. നമ്മൾ നമ്മുടെ പൊട്ട വാക്കുകൊണ്ട് വെറുതെ ഒന്ന് പറഞ്ഞാൽ മതി, ഇത് ശരിയല്ല, വാട്ട് ഈസ് ദിസ്, ഈസ് റോങ്, ഇത്രയൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി, ബാക്കി ദൈവം ചെയ്തോളും എന്നൊക്കെ പറ ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന് സറണ്ടർ ചെയ്യണം, അതിൻ്റെ പെയിൻ എടുക്കണം, അതിൻ്റെ കണ്ണീര് കുടിക്കണം, അതിൻ്റെ ത്യാഗം എടുക്കണം. അങ്ങനെ അതിൻ്റെ പുറകിലൊരു ത്യാഗമുള്ള ജീവിതം ഉണ്ടെങ്കിൽ ബാക്കി നമ്മൾ ചെറുതായിട്ടൊക്കെ ചെയ്താൽ മതി. ദൈവം വലിയ റിസൾട്ട് അതിലൂടെ കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇപ്പം നമ്മൾ മടുപ്പില്ലാതെ വേല ചെയ്യാൻ, മടുപ്പില്ലാതെ ഓടാൻ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ദേഷ്യം തോന്നരുത്, റിയാക്ഷൻ തോന്നരുത്, മടുപ്പ് തോന്നരുത്. നമ്മളെ മടുപ്പിക്കുന്ന, നമ്മൾ ഏത് കാര്യത്തിലൂടെയാണോ ആത്മാക്കളെ നേടുന്നത് ആ കാര്യം ഇട്ടെറിഞ്ഞ് പോകാൻ പ്രേരിപ്പിക്കുന്ന വിധമുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരെണ്ണം രണ്ടെണ്ണം തീർന്ന എല്ലാം കഴിഞ്ഞെന്ന് വിചാരിക്കുക. മരിക്കുന്നത് വരെ നിങ്ങൾ എത്ര കാലം ആത്മാക്കളെ നേടുന്നോ അത്ര കാലം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോഴൊന്നും മടുപ്പ് കൂടാതെ, റിയാക്ഷൻ തോന്നാതെ, വൈരാഗ്യബുദ്ധിയോട് ഇരിക്കാതെ, അതൊക്കെ സാരില്ല, അതൊക്കെ ഉണ്ടായിക്കോട്ടെ, സാരില്ലെന്ന് പറഞ്ഞ് ഞാൻ അതിനേക്കാൾ വലുതും അർഹിക്കുന്ന ആളാണ്, പക്ഷേ ഇതൊക്കെ കണക്കാക്കി ദൈവമേ ആത്മാക്കളെ തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കിയേ, ദൈവം വലിയ ആത്മാക്കളെ കൊയ്തെടുക്കുന്ന വലിയ ശുശ്രൂഷകനായി നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, ഫാക്സ് 0091 480 270 8097, ഇമെയിൽ mail.divintv@gmail.com, വെബ്
website www.drcm.org.